ലഹരിക്കടിമയായ ഭർത്താവിന്റെ ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് 8 വയസ്സുകാരിയായ മകളെയും കൊണ്ട് അർദ്ധരാത്രിയിൽ വീട് വിട്ടോടിയ യുവതിയെ നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചു. താമരശ്ശേരി അമ്പായത്തോട് പനന്തോട്ടത്തിൽ നസ്ജയും മകളുമാണ് ഇന്നലെ രാത്രി ഭർത്താവ് നൌഷാദിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായത്. യുവതിയുടെ തലയ്ക്കും പരുക്കുണ്ട്. മർദ്ദനത്തിൽ പരുക്കേറ്റ മകളും വല്യമ്മ സുബൈദയും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മകൾ തേനീച്ചക്കുത്തേറ്റതിനാൽ 4 ദിവസമായി മെഡിക്കൽ കോളേജിൽ ആയിരുന്നു. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയ ചൊവ്വാഴ്ച രാത്രിയാണ് അതിക്രൂര മർദ്ദനം ഉണ്ടായത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വെട്ടിക്കൊല്ലുമെന്ന് ഭർത്താവ് ഭീഷണിപ്പെടുത്തിയതായി താമരശ്ശേരി പോലീസിന് യുവതി മൊഴി നൽകി. കേസെടുത്ത് അന്വേഷണം നടത്തുമെന്ന് താമരശ്ശേരി പോലീസ് അറിയിച്ചു. വിവാഹം കഴിഞ്ഞ കാലം മുതൽ മർദ്ദനമുണ്ടെന്നും അർദ്ധരാത്രി വീട് വിട്ട് ഓടിയത് ഏതെങ്കിലും വാഹനത്തിന്റെ മുന്നിൽ ചാടാനായിരുന്നെന്നും യുവതി പറഞ്ഞു. രാത്രി 10 മുതൽ 2 മണിക്കൂറോളം മർദ്ദനമുണ്ടായി. സഹിക്കാനാകാതെ ഏതെങ്കിലും വാഹനത്തിന് മുന്നിൽ ചാടാനാണ് വീട് വിട്ടിറങ്ങിയത്. ഇത് കണ്ട് നാട്ടുകാരിൽ ചിലരാണ് പിടിച്ചുമാറ്റിയത്. കൊടുവാളുമായി വീടിന് ചുറ്റും ഭർത്താവ് ഓടിച്ചു. മർദ്ദനം തടയാൻ ശ്രമിക്കുന്നതിനിടെ 8 വയസ്സുകാരിയായ മകൾക്കും പരുക്കേറ്റതായും നിസ്ജ പറഞ്ഞു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.